ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിനെ ഇന്ന് തന്നെ നേരിട്ട് വന്ന് കാണണമെന്ന് കരുതിയോണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. ഏയ് അത് സാരമില്ല. ആ പ്രോജക്റ്റ് ഇത്രയും ദിവസം വൈകിപ്പിച്ചതിന് ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വിളിച്ചത്. അയ്യോ സോറിയോ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. കുറച്ച് വൈകിയെങ്കിലും പ്രൊജക്ട് നടക്കുമല്ലോ, അത് മതി. ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കണമെന്നാ കരുതിയത്. പിന്നെ തിരക്കായതുകൊണ്ടാ എന്റെ സ്റ്റാഫിനെ അയച്ചത്. ആകാശ് സാറിന് എനിക്ക് നേരത്തെ അറിയാലോ. ആകാശ് വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നോ? പുള്ളി ഒരു ജോലിക്ക് വേണ്ടി പുള്ളിയൊരു ചേട്ടന്റെ കാര്യം പറഞ്ഞിരുന്നു, ഒരു അരവിന്ദ്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മിസ്റ്റർ അരവിന്ദിന്റെ കാര്യത്തിൽ റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല മാഡം. അദ്ദേഹം എലിജിബിൾ ആണ്. ചില പ്രൊസീജിയർ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കും. സർ, ഇപ്പൊ പറഞ്ഞ ഈ അരവിന്ദ് എന്റെ ഹസ്ബൻഡാണ്. അയ്യോ മാഡം, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഇന്റർവ്യൂ പോലും നടത്താതെ മിസ്റ്റർ അരവിന്ദിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തേനെ. അരവിന്ദന് ആ ജോലി കൊടുക്കണ്ടെന്ന് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അതെന്ത് പറ്റി മാഡം? അത് ചില കുടുംബകാര്യങ്ങളാണെന്ന് കരുതിയാ മതി സർ. ഓ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടിങ്ങും സ്നേഹമാ. പക്ഷേ ഈ ജോലി ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുത്തി വെക്കുമോ എന്നൊരു പേടി. തുറന്നു പറയാലോ, അരവിന്ദന് ഈ ജോലി കിട്ടിയ അത് ചില ഈഗോ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. ഞാൻ അരവിന്ദന് വേണ്ടി ചില ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായിരിക്കും ഞങ്ങളുടെ ലൈഫ് സേഫ് ആക്കാൻ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത് മാഡം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തേക്കാം. പിന്നെ സാറ് ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തെങ്കിലും കാരണം പറഞ്ഞ് അരവിന്ദനെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുത് പ്ലീസ്. ശരി മാഡം, ഞാനത് അങ്ങനെ തന്നെ ചെയ്തോളാം. മിസ്റ്റർ അരവിന്ദിന് MM കൺസ്ട്രക്ഷനിൽ ജോലി കിട്ടില്ല, പോരെ? താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വെക്കട്ടെ? ഓ ശരി. ഇന്നായിരപ്പറ വീട്ടിൽ ആകാശ് അരവിന്ദ് യുദ്ധം. ശരി സർ, MD അകത്ത് വന്നിട്ടുണ്ട്. വിളിക്കുമ്പോ കയറി ചെന്നാ മതി കേട്ടോ. ശരി. അയ്യോ, ഈ ജോലി എനിക്ക് തന്നെ ഉറപ്പായി. താങ്ക് ഗോഡ്. താങ്ക്സ് റേ മാഡം. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി, താങ്ക്സ്. ഹലോ സർ. അരവിന്ദ് ഇരിക്കുക. താങ്ക് യു സർ. സോറി മിസ്റ്റർ അരവിന്ദ്, ഈ ജോലി നിങ്ങൾക്ക് തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അതെന്താ സാർ അങ്ങനെ? ഞാൻ ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്താ. അല്ലെങ്കിൽ സാർ ഇവരോടൊന്ന് ചോദിച്ചു നോക്ക്. ലാസ്റ്റ് റൗണ്ട് വരെയും ഞാൻ നന്നായി പെർഫോം ചെയ്തതല്ലേ. പെട്ടെന്ന് ഇതെന്ത് പറ്റി? റീസൺ ഒന്നും ചോദിക്കണ്ട, ഒരൊറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ, സോറി. ഇത് തോന്നിയ ദിവസമാണ് കാണിക്കുന്നത്. നിങ്ങളെന്താ ആൾക്കാരെ കളിയാക്കണോ? അതിനാണോ ഇന്റർവ്യൂ നടത്തുന്നത്? നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ ആർക്കെങ്കിലും ജോലി കൊടുക്കുവാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ എന്നെ പോലുള്ള പാവങ്ങളെ വിളിച്ചു വരുത്തി പരിഹസിക്കണോ? അരവിന്ദ് പ്ലീസ്, ഞങ്ങളെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. എന്ത് സിറ്റുവേഷൻ? എന്ത് മണ്ണാകട മനസ്സിലാക്കാനാ? നിങ്ങൾക്ക് പന്താടാനുള്ളതാണ് ഞങ്ങളുടെ ലൈഫ്. എന്തുകൊണ്ട് എനിക്ക് ജോലി തരുന്നില്ല നിങ്ങൾ കൃത്യമായി വിശദീകരിച്ചേ പറ്റൂ. നോക്കരവിന്ദ്, നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും ഈ ജോലി കിട്ടുന്ന ഇഷ്ടമല്ല, പിന്നെ ഞാനെന്തിനാ ഈ ജോലി തരണം? സാർ എന്താ പറഞ്ഞത്? തൽക്കാലം അരവിന്ദ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ അരവിന്ദിന് ജോലി കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഈ ജോലി തരാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത്. ഏട്ടൻ ഈ ജോലി കിട്ടും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പോട്ടെ. ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട് അരവിന്ദ്. അതിനെ മറികടന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളുടെ കമ്പനി അത് ബാധിക്കും. എടാ ദ്രോഹി,
ഇതിനായിരുന്നു നീ ഇവിടെ വന്നത്? അരവിന്ദ് പ്ലീസ്. ഒരു കാണ്ടാമൃഗത്തിനെയാ എരിവ് കൊടുത്ത് ഭ്രാന്ത് കയറ്റി വിട്ടിരിക്കുന്നത്. ഇന്ന് ആയിരപ്പറ വീട് നിന്ന് കത്തും, അവിടെ ചോരയൊഴുകും. അവിടുത്തെ ബാലന്മാഷും അയാളുടെ പുന്നാര മരുമകൾ ചാരുവും വാവിട്ട് കരയും. ആ കാഴ്ച കാണാൻ ഞാൻ അവിടെ ഉണ്ടാവണം. എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നിർത്തോ. എന്ത് വേണം? ചേച്ചി വീട്ടിലേക്ക് പോകണോ? ചേച്ചിയോ? ഏത് മുറയ്ക്ക്? സോറി മാഡം, പെട്ടെന്ന് അറിയാതെ വിളിച്ചു പോയതാ. മാഡം ഒറ്റയ്ക്കല്ലേ? ആണെങ്കി ഒരു അത്യാവശ്യ സാധനം മേടിക്കാൻ ഇറങ്ങിയതായിരുന്നു. കുറെ അങ്ങ് നടന്നപ്പോ മനസ്സിലായി ഇവിടെ അടുത്ത് കടയൊന്നുമില്ലാന്ന്. ഞാൻ ഉദ്ദേശിച്ച സാധനം വേണമെങ്കിൽ ഇനിയിപ്പോ സിറ്റി പോവുകയും വേണം. ഇനിയിപ്പോ വീട്ടിലെത്താൻ 1-2 കിലോമീറ്റർ തിരിച്ചു നടക്കണം. അല്ല, കാലിന് നല്ല വേദന, അതുകൊണ്ടാ. വിരോധം ഇല്ലെങ്കിൽ മാഡം എന്നെ കൂടെ കൊണ്ടുപോകും. വിരോധം ഉണ്ടെങ്കിലോ? സാറില്ല, മാഡം പൊക്കോളൂ, ഞാൻ നടന്നു വന്നോളാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? കാല് വയ്യാത്തൊന്ന് ചോദിച്ച. ഇവൻ കുഴപ്പമില്ലാത്തൊരൈറ്റ. ചിലപ്പോ എവിടെയെങ്കിലും ഇവൻ പ്രയോജനപ്പെടും. വെറുതെ കളയണ്ട. ഹലോ കിരൺ. എന്താ മാഡം? കേറ്. താങ്ക് യു മാഡം. മാഡത്തിനോട് സത്യം പറഞ്ഞ മാഡം എന്നെ വഴി ഇറക്കി വിടുവോ? സത്യത്തിൽ ഞാനൊരു സാധനവും വാങ്ങാൻ ഷോപ്പ് അന്വേഷിച്ചിറങ്ങിയല്ല. ആ വീട്ടിലിരുന്നിട്ട് വല്ലാത്തൊരു ശ്വാസം മുട്ടല്, അതുകൊണ്ടൊന്നും പുറത്തേക്ക് ഇറങ്ങിയതാ. ഓരോന്ന് ആലോചിച്ച് കുറെ ദൂരം എത്തി. തിരിച്ചു നടന്നപ്പോ കാലും വേദനിച്ചു. അതുകൊണ്ടാ മാഡത്തിന്റെ കാറ് കണ്ടപ്പോ കൈ കാണിച്ച് നിർത്തി.